ഒരു വ്യക്തിക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരൊറ്റ വ്യക്തിയുടെ ദർശനം, പ്രവൃത്തികൾ, സ്വപ്നങ്ങൾ എന്നിവ നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്ന ടെസ്ല, സ്പേസ് എക്സ്, മാർസിലേക്കുള്ള യാത്ര, ഇതെല്ലാം ഒരാളുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ്. എലോൺ മസ്ക് ഒരു സാധാരണ ഭൂതകാലവും എന്നാൽ അസാധാരണമായ കാഴ്ചപ്പാടും ഉള്ള ഒരു മനുഷ്യൻ. ഇന്ന് അവൻ നമ്മുടെ ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യൻ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് വരുന്നു, പക്ഷേ അസാധാരണമായ വീക്ഷണത്തോടെ. പിന്നെ ഇന്നോ ലോകത്തിലെ സാങ്കേതിക വിദ്യയുടെ ഭാവി നയിക്കുന്ന ഏറ്റവും ശക്തമായ ശക്തിയാണ് അദ്ദേഹം. എലോൺ മസ്ക് ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ജീവിതം എത്ര സങ്കീർണമാണെന്ന് ചെറുപ്പം മുതലേ അവൻ അറിയാമായിരുന്നു. സ്കൂളിൽ മറ്റുള്ളവരിൽ നിന്ന് പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അവനെ പിന്തിരിപ്പിച്ചില്ല. ചെറുപ്പം മുതലേ എലോൺ പുസ്തകങ്ങളിൽ ഉത്തരങ്ങൾ തേടി. എങ്കിലും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി ഭാവിയെ സ്പർശിക്കാൻ അവൻ മനസ്സിലുറപ്പിച്ചു. വിദ്യാഭ്യാസം തുടരാനായി അദ്ദേഹം കാനഡയിലേക്കും പിന്നീട് യുഎസിലേക്കും മാറി. അവിടെ അദ്ദേഹം തന്റെ ആദ്യ സംരംഭമായ Zip2 ആരംഭിച്ചു. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആ ചെറിയൊരു സ്റ്റാർട്ടപ്പ്. എന്നാൽ അതുകൊണ്ടൊന്നുമായില്ല. നാം എല്ലാവരും ഇന്നുപയോഗിക്കുന്ന ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമായ പേയ്പാലിന്റെ സഹസ്ഥാപകനും അദ്ദേഹം തന്നെ. വിശ്രമമില്ലാത്ത ജോലി, പലപ്പോഴും അവന്റെ മേശക്കടിയിൽ തന്നെ ഉറങ്ങുന്നു. ഒരു മാറ്റമുണ്ടാക്കാനുള്ള ജ്വലിക്കുന്ന അഭിലാഷത്താൽ നയിക്കപ്പെട്ടു. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദർശനം മസ്കിനുണ്ടായിരുന്നു. ഇന്ധന ആശ്രിതത്വം വർദ്ധിച്ചപ്പോൾ ഇലക്ട്രിക് കാറുകളാണ് ഭാവിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 2004 മസ്ക് ടെസ്ലയുടെ ഭാഗമായപ്പോൾ കാറുകളുടെ ഭാവി ഇലക്ട്രിക് ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ടെസ്ല വാഹനങ്ങൾ മനുഷ്യരാശിയെ ഇന്ധനാധിഷ്ഠിത ഗതാഗതത്തിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഭാവിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും അവൻ നിർത്തിയില്ല. മനുഷ്യരാശിയെ ഭൂമിയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു എലോണിന്റെ അടുത്ത സ്വപ്നം. ബഹിരാകാശത്തെ കീഴടക്കുക. 2002 അദ്ദേഹം സ്പേസ് എക്സ് ആരംഭിച്ചപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് ബഹിരാകാശ ദൗത്യങ്ങൾ വിജയിക്കുക എന്നത് അസാധ്യമാണെന്ന് പലരും കരുതി. എന്നാൽ മസ്കിന്റെ കാഴ്ചപ്പാട് മറ്റൊരു തലത്തിലായിരുന്നു. ഫാൽക്കൺ റോക്കറ്റ് വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ ലോകം അമ്പരന്നു. ഇന്ന് മനുഷ്യനെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് സ്പേസ് എക്സ്. മനുഷ്യന്റെ ഭാവി ഭൂമിയിൽ മാത്രം നിൽക്കരുതെന്ന് മസ്ക് വിശ്വസിക്കുന്നു. മനുഷ്യനെ മാർസിലേക്ക് കൊണ്ടുപോയി അവിടെ ജീവിക്കാൻ പഠിപ്പിക്കുക. ഭൂമി തകരുമ്പോൾ മനുഷ്യർ മറ്റൊരിടത്ത് ജീവിക്കാൻ കഴിയണം. ഇത് മസ്കിന്റെ ദൗത്യമാണ്. മാർസിലേക്ക് യാത്ര ചെയ്യാൻ മനുഷ്യന് സാധാരണമാക്കുക എന്ന് അവൻ സ്വപ്നം കാണുന്നു. നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം മസ്കിന്റെ ദർശനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മനുഷ്യ മസ്തിഷ്കത്തെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്ക് ഭാവനക്കപ്പുറമുള്ള ഭാവിയിലേക്ക് വഴിയൊരുക്കുന്നു. അതേസമയം ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ബോറിംഗ് കമ്പനി തുരങ്കങ്ങൾ കുഴിക്കുന്നു. എലോൺ മസ്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്തു തന്നെയായാലും നമ്മൾ മുന്നോട്ടു പോകണമെന്നാണ്. സ്വപ്നങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും പരാജയം നേരിടുമ്പോഴും വിജയിക്കാനാകും. അതിനാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എലോൺ മസ്കിന്റെ കഥ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനുള്ള പ്രചോദനം നൽകുന്നു. ഭയപ്പെടാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ലോകം നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ ഭാവിയെ മാറ്റുക. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് തിരിച്ചു പോകാൻ ഇന്ന് തന്നെ തുടങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാണെങ്കിൽ ജീവിതകഥ എന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ പ്രചോദനകരമായ കഥകൾ ഉടൻ വരാനിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. തൽക്കാലം വിട പറയുന്നു.